ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലുള്ള അയല വറ്റിച്ചതാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. വളരെ രുചിയുള്ള ഒരു കറി കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു 4 അയല എടുത്തിട്ട് ഇതുപോലെ വൃത്തിയാക്കി മേലൊക്കെ ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മുഴുവനായി ഇട്ടിട്ടാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം വേണം. അപ്പോൾ അതായത് നമ്മൾ മുഴുവനായിട്ടാണല്ലോ ഈ അയല ഇടുന്നത്, അതുകൊണ്ടാണ് ഈ വലിയ പാത്രം എടുത്തിരിക്കുന്നത്. അടിക്കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡ്യലത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പാത്രം എടുത്താൽ മതി. എന്തായാലും ഇത് മൺചട്ടിയിൽ വെക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അയല ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. അത് ഞാനിവിടെ ഒരു 2 പിടി എടുത്തിട്ടുണ്ട്. നന്നായി ചതച്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ സവോളയും ചേർക്കാം. സവോള ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് മധുരമുള്ള പോലെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സവോള ഇതിനകത്തോട്ട് ഇടാത്തത്. എനിക്ക് ചുവന്നുള്ളിയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. ആദ്യം തന്നെ നമുക്ക് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് വേണ്ടി ഒരു 3-4 പച്ചമുളക് വേണം. അത് ഇതുപോലെ ഞാൻ നീളത്തിൽ കീറി എടുത്തിരിക്കുകയാണ്. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി. അത് ഒരു വലിയ വെളുത്തുള്ളി തന്നെ ഞാനൊരു 4 എണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഈ ഇഞ്ചി കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ, ഇഞ്ചി കൂടുതൽ ചേർത്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കണേ. അതും ചതച്ചാണ് എടുത്തിരിക്കണേ. അതുകൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിൽ ഒരു തക്കാളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 കറിവേപ്പില വേണം. കറിവേപ്പില ഞാനിത് തണ്ടോട് കൂടി തന്നെയാണ് ചേർക്കാൻ പോകുന്നത്. തണ്ടോട് കൂടി ചേർക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഇവിടെ കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ്. അത് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൊടംപുളി വേണം. സാധാരണ പാലക്കാട് എല്ലാവരും വാളംപുളിയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ എനിക്ക് വാളംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ കൊടംപുളി എടുത്തിരിക്കുന്നത്. വാളംപുളി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ കൊടംപുളി ഞാൻ നല്ല പുളിയുള്ള കൊടംപുളിയാണ്. ഒരു 4-5 എണ്ണം എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് വെച്ച പുളിയാണ്. അപ്പോൾ ഇതും ഈ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടൊരല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് തന്നെ പൊടികളും ഉള്ളിയും എല്ലാം ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അയല വെന്ത് കഴിയുമ്പോൾ നല്ലോണം നമുക്ക് ഇളക്കാൻ പറ്റില്ല, മൊത്തം പൊടിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കറിയാക്കാനായിട്ട് അയല അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് തീ നന്നായിട്ട് കൂട്ടിയിടാം. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ കുറച്ചാൽ മതി. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് എടുത്തിട്ട് അയലയുടെ മേലക്കൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കാനൊക്കത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ. ഇപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇതിനകത്തോട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കുറച്ച് കുറവാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് തീ വളരെ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഈ മീനുകളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു വശം മാത്രമേ വേവുള്ളൂ. അപ്പോൾ 2 വശം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ മീനൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നന്നായി പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറി കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. കുറച്ചുകൂടെ പറ്റിക്കണമെങ്കിൽ ചെയ്യാം, പക്ഷേ എനിക്ക് ഒരല്പം ചാറ് വേണം. ഇതിങ്ങനെ ഇരുന്ന് കുറച്ചുകൂടെ വറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം കറിവേപ്പില തൂവി കൊടുക്കാം. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇട്ടോളൂ. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ മസാലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാലക്കാടൻ അയല വറ്റിച്ചത്. ഇതിനകത്തുനിന്ന് ഒരു ശകലം ചാറ് മാത്രം മതി. ഭയങ്കര ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ. ഇങ്ങനെ ഇതുവരെ ചെയ്ത് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ടാറ്റാ, ബൈ, സീ യു.